ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യുഎഇയിലെ എല്ലാ എമിറേറ്റുകളിലും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പൗരന്മാർക്കും നിർബന്ധിത വിവാഹപൂർവ്വ സ്ക്രീനിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായി ജനിതക പരിശോധന നിർബന്ധമാക്കി. 2025 ജാനുവരി മുതൽ ഇത് പ്രാബല്യത്തിൽ വരും. വിവാഹത്തിന് മുമ്പുള്ള ദമ്പതികൾക്കും പൗരന്മാർക്കും പ്രവാസികൾക്കും വിവാഹത്തിന് മുമ്പുള്ള മെഡിക്കൽ പരിശോധന നിർബന്ധമായിരുന്നു എങ്കിലും ജനിതക പരിശോധന നടത്തണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ദമ്പതികൾക്ക് അവസരം നൽകിയിരുന്നു. എന്നാൽ പുതിയ തീരുമാനപ്രകാരം വിവാഹിതരാകാൻ പോകുന്ന യുഎഇ പൗരന്മാർ വിവാഹപൂർവ്വ മെഡിക്കൽ സ്ക്രീനിംഗിന്റെ ഭാഗമായി ജനിതക പരിശോധന നിർബന്ധമായും നടത്തണം. യുഎഇ സർക്കാരിന്റെ വാർഷിക യോഗങ്ങളിൽ അംഗീകരിച്ച എമിറേറ്റ്സ് ജീനോം കൗൺസിലിന്റെ തീരുമാനത്തെ തുടർന്നാണിത്. യുഎഇ പൗരന്മാർക്കിടയിലെ ജനിതക രോഗങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു സംയോജിത ദേശീയ ജനിതക ഡാറ്റാബേസ് സൃഷ്ടിക്കുക എന്നതാണ് ഈ തന്ത്രം ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ രോഗസാധ്യതകൾ കണ്ടെത്തി മുൻകൂട്ടി മെഡിക്കൽ ഇടപെടലുകൾ നടത്താൻ വ്യക്തികളെ സഹായിക്കും. യുഎഇ ശതാബ്ദി ദർശനം 2071 അനുസൃതമായി സുസ്ഥിര വികസനവും മെച്ചപ്പെട്ട ജീവിത നിലവാരവും ഉറപ്പാക്കാൻ ഭാവി സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നും അധികൃതർ വ്യക്തമാക്കി. ഈ തീരുമാനം ആരോഗ്യമേഖലയിൽ പരിവർത്തനാത്മകമായ മാറ്റത്തിന് കാരണമാകുമെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അഭിപ്രായപ്പെട്ടു. ജനിതക രോഗങ്ങളുടെ വ്യാപനം കുറയ്ക്കുക, ഭാവി തലമുറകളെ സംരക്ഷിക്കുക, വിവാഹം കഴിക്കാൻ പോകുന്നവരെ ആരോഗ്യകരമായ ഭാവിക്കായി കൂടുതൽ അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കുക എന്നിവയാണ് ഈ പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നത്. അതേസമയം ജനിതക പരിശോധനയിൽ 840-ലധികം ജനിതക വൈകല്യങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള 570 ജീനുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. ജനിതക അപകട സാധ്യതകൾ ഇതുവഴി കണ്ടെത്താനും പാരമ്പര്യം വഴിയുണ്ടാകുന്ന പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാനുമാകും. ഒമാനിൽ ടാക്സി ഗതാഗതം ഡിജിറ്റലായതോടെ ടാക്സി വാടകയിൽ നേരിയ കുറവ് വന്നതായി റിപ്പോർട്ടുകൾ. നേരത്തെ ഉണ്ടായിരുന്ന സ്ട്രീറ്റ് ടാക്സി സമ്പ്രദായത്തിന് പകരം മൊബൈൽ ആപ്പ് അധിഷ്ഠിത ക്യാബ് ബുക്കിംഗ് സംവിധാനം നിലവിൽ വന്നതോടെയാണ് ഈ മാറ്റമുണ്ടായത്. തുടക്കത്തിൽ വാഹന ഉടമകൾക്ക് റൈഡ് ഹെയിലിംഗ് ആപ്പുകളോട് താൽപ്പര്യമില്ലായിരുന്നു എങ്കിലും ജനങ്ങൾ ഇതിലേക്ക് വലിയ തോതിൽ ആകൃഷ്ടരായതോടെ കൂടുതൽ വാഹന ഉടമകൾ ഈ മേഖലയിലേക്ക് കടന്നുവന്നതായും ഗതാഗത മന്ത്രാലയം അധികൃതർ അറിയിച്ചു. ഗതാഗത മന്ത്രാലയത്തിന്റെയും കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന്റെയും ശ്രമഫലമായാണ് ടാക്സി മേഖലയിൽ ഈ മാറ്റം സാധ്യമായത്. അടുത്ത കാലം വരെ തെരുവുകളിൽ നിന്നും ആളുകൾ നേരിട്ട് ടാക്സികളെ സമീപിക്കുന്ന സ്ട്രീറ്റ് ടാക്സികളായിരുന്നു യാത്രക്കാരുടെ ഏക ആശ്രയം. എന്നാൽ മന്ത്രാലയം മുൻകൈയെടുത്ത് ആപ്പ് അധിഷ്ഠിത ക്യാബ് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയതോടെ വലിയ മാറ്റങ്ങളാണ് ഈ മേഖലയിൽ വന്നത്. തുടക്കത്തിൽ നിശ്ചിത നിരക്കുകളോടെ കമ്മീഷൻ അടിസ്ഥാനത്തിൽ തങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ ടാക്സി ഓപ്പറേറ്റർമാർക്ക് താൽപ്പര്യമില്ലായിരുന്നു എന്ന് റൈഡ് ഹെയിലിംഗ് സർവീസ് സ്ഥാപന ഉടമകൾ പറയുന്നു. എന്നാൽ ഇത് നൂറുകണക്കിന് ഡ്രൈവർമാർ ഇത്തരം വിവിധ കമ്പനികൾക്ക് കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. ഉപഭോക്താക്കൾ ഈ സംവിധാനത്തെ സ്വീകരിച്ചു എന്നതാണ് വാഹന ഉടമകളെ പുതിയ സംവിധാനത്തിലേക്ക് മാറാൻ പ്രേരിപ്പിച്ചതെന്നും അറിയിപ്പിലുണ്ട്. 2025 ജാനുവരി 2 മുതൽ യുഎഇയിൽ 9 അവശ്യ വസ്തുക്കൾക്ക് തോന്നിയ പോലെ അനധികൃതമായി വില വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല. പാചക എണ്ണ, മുട്ട, പാലുൽപ്പന്നങ്ങൾ, അരി, പഞ്ചസാര, കോഴി, പയർവർഗ്ഗങ്ങൾ, റൊട്ടി, ഗോതമ്പ് എന്നിവയുടെ അനധികൃത വില വർധനയ്ക്കാണ് യുഎഇ സാമ്പത്തിക മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തുന്നത്. ഉപഭോക്താക്കളെ വിലക്കയറ്റത്തിൽ നിന്നും രക്ഷിക്കുകയും ഒപ്പം മത്സരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ അധികൃതർ ലക്ഷ്യം വെക്കുന്നത്. യുഎഇ സാമ്പത്തിക മന്ത്രാലയം 2025 ജാനുവരി 2 അഥവാ അടുത്ത ചൊവ്വാഴ്ച മുതൽ ഈ 9 തരം അവശ്യ സാധനങ്ങളുടെ കാര്യത്തിൽ പുതിയ വിലനിർണ്ണയ നയം നടപ്പിലാക്കും. ഇതുപ്രകാരം ഈ സാധനങ്ങളുടെ ഏത് വില വർധനവിനും മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. അടുത്ത വർഷം മുതൽ ഈ അടിസ്ഥാന സാധനങ്ങളുടെ വിലയിൽ തുടർച്ചയായി 2 വർധനവുകൾക്കിടയിൽ കുറഞ്ഞത് 6 മാസമെങ്കിലും വേണ്ടിവരുമെന്നും പുതിയ നിയമം അനുശാസിക്കുന്നു. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ ഭേദഗതികളും വില നിർണ്ണയത്തെക്കുറിച്ചുള്ള ക്യാബിനറ്റ് മാർഗനിർദ്ദേശങ്ങളും ഉൾപ്പെടെ നിലവിലുള്ള നിയമനിർമ്മാണ പരിഷ്കാരങ്ങളും പരിഗണിച്ചാണ് പുതിയ നയമെന്ന് സാമ്പത്തിക മന്ത്രാലയം അണ്ടർ സെക്രട്ടറി പറഞ്ഞു. ഈ ശ്രമങ്ങൾ സുതാര്യത, വിപണി സ്ഥിരത, ഉപഭോക്തൃ അവകാശങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിലസ്ഥിരത ഉറപ്പുവരുത്തുന്നതിനും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനുമായി അവശ്യ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ വില
ചില ഉപഭോക്തൃ വസ്തുക്കളുടെ യൂണിറ്റ് വില സുതാര്യത പ്രോത്സാഹിപ്പിക്കുന്നതിന് റീറ്റെയിൽ സ്റ്റോറുകൾ യൂണിറ്റ് വിലകൾ പ്രദർശിപ്പിക്കണം. പെരുമാറ്റത്തിനുള്ള ഉപഭോക്തൃ ചരക്ക് മേഖലയുടെ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് പുതുതായി പ്രഖ്യാപിച്ച മന്ത്രിതല ഉത്തരവുകൾ. രാജ്യത്തേക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ എത്തിക്കുന്ന റിക്രൂട്ട്മെന്റ് സ്ഥാപനങ്ങളുടെ പേരിൽ തട്ടിപ്പുകൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ അതിന് തടയിടുന്നതിനുള്ള നടപടികളുമായി ഖത്തർ. അതിന്റെ ഭാഗമായി രാജ്യത്തെ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന റിക്രൂട്ട്മെന്റ് ഓഫീസുകളുടെ പുതുക്കിയ ലിസ്റ്റ് തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കി. മന്ത്രാലയത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലാണ് രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത റിക്രൂട്ട്മെന്റ് ഏജൻസികളുടെ ഏറ്റവും പുതിയ ലിസ്റ്റ് പങ്കുവച്ചത്. ഇതിൽ ചെറുതും വലുതുമായ 224 റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങളുടെ പേരുകളാണുള്ളത്. ഗാർഹിക തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റിനായി കൃത്യമായി ലൈസൻസുള്ള റിക്രൂട്ട്മെന്റ് ഓഫീസുകളുമായി ഇടപഴകേണ്ടതിന്റെ പ്രാധാന്യം തൊഴിൽ മന്ത്രാലയം സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കുകയുണ്ടായി. തൊഴിലുടമയുടെയും തൊഴിലാളിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും തട്ടിപ്പിനും ചൂഷണത്തിനുമുള്ള സാധ്യതകൾ ഇല്ലാതാക്കുന്നതിനും ഈ പട്ടികയിൽ പറഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങൾ വഴിയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നതെന്ന കാര്യം ബന്ധപ്പെട്ട കക്ഷികൾ ഉറപ്പുവരുത്തണമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ലൈസൻസ് ഇല്ലാത്തതും വഞ്ചനാപരമായതുമായ റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങളുടെ തട്ടിപ്പുകൾക്ക് ആരും ഇരയാകരുതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇത്തരം തട്ടിപ്പുകൾക്കിരയായി വലിയ തുക നൽകി ഖത്തറിലെത്തിയ ശേഷം ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന വിദേശ തൊഴിലാളികളുടെ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. ഇതിനിടെ ഓൺലൈനിൽ പ്രചരിക്കുന്ന വഞ്ചനാപരമായ വസ്തുവാടക പരസ്യങ്ങളെക്കുറിച്ചും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളും വിനോദ സൗകര്യങ്ങളും അവിശ്വസനീയമായ രീതിയിൽ കുറഞ്ഞ വിലയിൽ വാഗ്ദാനം ചെയ്യുന്ന തട്ടിപ്പുകളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. അസാധാരണമാം വിധം കുറഞ്ഞ വിലയുള്ള പ്രോപ്പർട്ടി ഇടപാടുകളെക്കുറിച്ചുള്ള പരസ്യങ്ങളിൽ നടപടികൾ സ്വീകരിക്കുന്നതിന് മുമ്പ് ജാഗ്രത പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും മന്ത്രാലയം ആവർത്തിച്ചു. ഇത്തരം തട്ടിപ്പുകൾ ചെറുക്കുന്നതിന് സംശയാസ്പദമായി തോന്നുന്ന ഓൺലൈൻ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. മെട്രാഷ് ആപ്പ് വഴിയോ cc@moi.gov.qa എന്ന ഇക്കണോമിക് ആൻഡ് സൈബർ ക്രൈം കോമ്പാക്ടിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഇമെയിൽ വഴിയോ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.